യഹോവയെ അന്വേഷിക്കുന്നവരോടുകൂടെ യഹോവ ഇരിക്കും. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ്. നിങ്ങൾ ദൈവത്തെ വാസ്തവമായി അന്വേഷിക്കുന്നവരാണെങ്കിൽ, കർത്താവിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ നേരിടുന്ന ശത്രു പല വിധത്തിലുള്ള ശത്രുക്കളായിരിക്കാം. ഒന്നുകിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ, നിങ്ങളുടെ പ്രാണനോട് പോരാടുന്ന രോഗശക്തികളോ, നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന മാനസികമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ശക്തികളോ, സാമ്പത്തികമായി തളർത്തിക്കളയുന്ന ശക്തികളോ, നിങ്ങളെ തലമുറയുടെ ഭാവിയെ അടച്ച് മുന്നോട്ട് വിടാതെ പോരാടി നിൽക്കുന്ന ശക്തികളോ, നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ സഭയോ നിങ്ങളുടെ ദേശത്തെയോ നിങ്ങളുടെ നന്മകളെയോ തകർക്കാനായി നിൽക്കുന്ന ശക്തി എന്തുമാകട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്നാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ ദൈവം ആ ശത്രുവിനെ തുരത്തി ഓടിക്കും. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച്, ദൈവശക്തി അനുഭവിച്ച്, ദൈവം അവർക്ക് വേണ്ടി ഇടപെടുന്നത് കണ്ട് മുന്നോട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യെരിഹോ നിവാസികൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ഭീതി ഈ ദേശത്ത് വീണിരിക്കുന്നു. കാരണം യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം ഞാൻ പറയാം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ വലതുഭാഗത്തുണ്ട് എന്ന് ഞാൻ ഉറച്ച് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടു നടക്കുമ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന ശത്രു ഭയക്കും, വിറച്ചോടും. ശത്രുവിന് ഭീതി ഉണ്ടാകും. പലപ്പോഴും പിശാച് നമ്മളെ ഭീതിപ്പെടുത്താൻ നോക്കുക, പിശാച് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുക. പക്ഷെ തിരിച്ചാണ്, എൻ്റെ കൂടെ സർവശക്തിയുള്ള ദൈവമുണ്ടെന്ന് പിശാചിന് അറിയാം. അത് ഞാൻ തിരിച്ചറിയുമ്പോൾ അവൻ ഭീതിപ്പെടും, അവൻ ഭയപ്പെടും, അവൻ ഓടിപ്പോകും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിൽ 20-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ദൂത്, ഉപവസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. ദൈവത്തെ വാസ്തവമായി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ദൂത് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കാത്തിരിപ്പ് വൃഥാവല്ല, നിങ്ങൾ സഹിക്കുന്ന വൃഥാവല്ല, നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചതും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഉപവസിച്ചതും വൃഥാവല്ല. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാം വാക്യം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. പരിചിതമായ സംഭവമാണ്. യഹൂദ രാജാവായ യഹോശാഫാത്തിനെതിരെ മോവാബിലും അമ്മോന്യരും മെയൂന്യരും ഒരേ സമയത്ത് യുദ്ധത്തിന് വന്ന സമയത്ത് തിരിച്ചൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാതെ രാത്രി യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറായി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കാൽക്കൽ വന്നിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ പോരാട്ടങ്ങൾ ജഡികങ്ങളല്ല, നമുക്കെതിരെ ശത്രു മനുഷ്യനല്ല, ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളാണ് നമ്മുടെ ശത്രുക്കൾ. അതുകൊണ്ട് പോരാടേണ്ടത് ആത്മാവിലാണ്. അതിന് സ്വന്തം പവറിൽ കഴിയില്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുമെന്നാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. കാരണം പിശാചിനോടാണ് നമുക്ക് എതിർക്കാനുള്ളത്, വാഴ്ചകളോടാണ് എതിർക്കാനുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ഒരേ സമയത്ത് തന്നെ പല മേഖലയിൽ നിന്ന് ശത്രു കയറി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുക എന്നുള്ള തീരുമാനമെടുത്താൽ ലോകത്തിന് മുമ്പാകെ നമ്മൾ ചിലപ്പോൾ മൂഢന്മാരാണെന്നോ ധൈര്യമില്ലാത്തവരാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവൻ, ഭീരുക്കളായി ഓടുന്നവരല്ല, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവൻ, അവന് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പോൾ യഹോശാഫാത്ത് അവനോട് കൂടെയുള്ളവർ ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനിലേക്ക് കടന്നു വന്നിട്ട് അവനെ കൊണ്ട് ഈ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ദൈവം യുദ്ധം ചെയ്യും, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ, നിങ്ങൾ ഭ്രമിക്കരുത്. ആമേൻ. ഇന്ന് ആരോടൊക്കെ ദൂത് പറയുകയാണ്, നിങ്ങൾ ഭ്രമിക്കരുത്. നിനക്കെതിരെ നിൽക്കുന്ന ശത്രു എത്ര വലിയവനാണെന്ന് തോന്നിയാലും അല്ല, യഹോവയാണ് വലിയവൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവന്റെ ശക്തിയുടെ, അവന്റെ കരത്തിന്റെ, അവന്റെ പ്രവൃത്തിയുടെ
കീഴിൽ മാത്രമേ സകല ശക്തികളും ഉണ്ടാകുകയുള്ളൂ. അവനാണ് സർവത്തിന്റെ മേലും ജയാളിയായ അധികാരിയായ ദൈവം. അത് തിരിച്ചറിയുന്നവരാണ് അവന്റെ കാൽക്കലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ, കാത്തിരിക്കുന്നവരെ നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ധൈര്യപ്പെടുക, നിങ്ങൾക്ക് ജയം ദൈവം നൽകിത്തരും. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത്, ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അവർ ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കാതെ, രക്തച്ചൊരിച്ചിൽ അവർ കാണിക്കാതെ തന്നെ വന്ന ശത്രു ഓടിപ്പോകുവാനിടയായി. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഈ അധ്യായത്തിന് 20-ാം അധ്യായത്തിന് 29-ാം വാക്യത്തിന് ഒടുവിൽ കാണുന്ന ഇങ്ങനെയാണ്: യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തുവെന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളുടെ മേലും വന്നു. ദൈവം വെറുതെ വാക്ക് പറഞ്ഞിട്ട് യുദ്ധം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുകയല്ല. ദൈവം യുദ്ധം ചെയ്യുന്നതായിട്ട് ജാതികൾക്ക് തോന്നും. ദൈവം അവരുടെ പക്ഷത്തുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയും. നമ്മൾ അതിനുവേണ്ടി വേറെ ഒരു വേഷം കിട്ടും വേണ്ട. ദൈവത്തിനടുക്കൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ ദൈവം ആരാണെന്ന് അവൻ വെളിപ്പെടുത്തും. ചോദിക്കും, നിന്റെ ദൈവം എവിടെ? ഈ പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന സമയത്ത് അവൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം, ശത്രുക്കളോട് ദൈവം തന്നെ യുദ്ധം ചെയ്തു എന്ന് ജാതികൾ കേട്ടപ്പോൾ വലിയ ഭീതി ആ ദേശത്തുണ്ടായി. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഭീതി, നിങ്ങളെക്കുറിച്ചൊരു ഭീതി നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ മേൽ ദൈവം വരുത്താൻ പോകുകയാണ്. ആമേൻ. ഒരു ഭയം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണ്, സത്യദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിൽ ഒരു ഭീതി അവരുടെ മേൽ വരും. ആര് നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ചാലും നിങ്ങൾ മറുപടി പറയണ്ട. ദൈവം അയക്കുന്നൊരു ഭീതി അവരുടെ മേൽ ദൈവം അയക്കും. ദൈവം അയക്കുന്നൊരു ഭീതിയാൽ അവർ പിടിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വാക്കുകൾ പരിമിതിയാക്കി സ്തോത്രവും ഹല്ലേലൂയയും ആരാധനയൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ മതി. യഹോശാഫാത്തും കൂടെ ഉള്ളവരും പാടി സ്തുതിക്കുകയായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് കൊടുക്കുന്ന, സാഹചര്യത്തിൽ കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെയൊക്കെയും അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയും ചെയ്യും. ദൈവം പറയാണ്, എന്റെ ഭീതി നിന്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്ന ജാതികളെയൊക്കെ ഓടിച്ചു കളയും. ആമേൻ. നീ ചെല്ലുമ്പോഴേക്കും ജാതികൾക്ക് ഭയമാണ്. ഇന്ന് വിശ്വാസികളെയും പ്രാർത്ഥിക്കുന്നവരെയും ലോകത്തിന് ഭയമുണ്ട്. ആ ഭയവും ഭീരുത്വം കൊണ്ടാണ് അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിനെ കുറ്റം പറയുന്നതിന്റെ കാരണം അതാണ്. അവന്റെ ആയുധങ്ങൾ വലുതാണെന്നറിയാം. ഹല്ലേലൂയ. ലോകപരമായിട്ടുള്ള ആയുധങ്ങളല്ല, അതിലും വലിയ ആയുധങ്ങളാണ് പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ശക്തരാണ്. കാരണം നമ്മുടെ ശക്തി കൊണ്ടല്ല, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ്. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും. കാരണം എന്താ പറയുക? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെയാണ് ദൈവപ്രവൃത്തി സെരുബ്ബാബേലിനോട് ദൈവം ചെയ്യാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പൗലോസിനോട് പറയാണ്, നീ ഭയപ്പെടണ്ട. പൗലോസേ, നീ ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. അതെ, അപ്പോസ്തലന്മാർ ധൈര്യം ഉള്ളവരായി തീർന്നതിന് കാരണം ദൈവം അവരോട് കൂടെ ഇരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ള, ദൈവജനത്തെക്കുറിച്ചുള്ള ഭീതി ദേശങ്ങളിലേക്ക് പരന്നു. പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ അന്വേഷിക്കുന്നവർ, സത്യദൈവത്തെ വിശ്വസിക്കുന്നവർ, ഈ പേരാകട്ടെ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊക്കെയോ ചില വിഷയങ്ങളിൽ വിഷമസന്ധികൾ ഒരുപോലെ പ്രശ്നം കയറി വന്നപ്പോൾ കർത്താവിന്റെ മുട്ടുമടക്കുന്ന ചിലരോട് ഈ ദൂത് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ദൈവം വലിയൊരു ജയം തരും. കർത്താവ് കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. അവന്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ വിഷയത്തിൽ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യഹോവ ഈ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്റെ മക്കളുടെ വിഷയങ്ങൾ ഇറങ്ങി വരട്ടെ. കർത്താവെ, രേഖകൾ യേശുവിന്റെ നാമത്തിൽ, പ്രതികൂലമായ രേഖകൾ കർത്താവെ നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം അധികാരികൾ ഇടപെട്ട് അനുകൂലമായി മാറട്ടെ. കർത്താവെ, നിന്റെ മക്കളുടെ നന്മകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ ബ്ലോക്കുകൾ മാറി
കർത്താവിന്റെ മക്കളുടെ കരങ്ങളിൽ നന്മകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ മുൻപോട്ട് കർത്താവെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന സകല കൂട്ടുകെട്ടുകളും തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവം നിന്റെ മക്കൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യും. നിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു ജയമയക്കുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ നിന്നാവശ്യമായി തീരാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. തൻ്റെ ദൂതന്മാരെ ദൈവം അയക്കും. നിങ്ങൾക്ക് ദൈവം വലിയ ജയം കരുതിയിട്ടുണ്ട്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പതിപോലെ ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റുമല്ലോ, പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.